കുന്നംകുളം നഗരസഭയുടെ ഭരണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷ കൗൺസിലർ തന്നെ ശൂന്യവേളയിൽ രംഗത്ത്. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയുടെയും സുരക്ഷയുടെയും ആവശ്യമില്ലെന്നും അവരെ അവരുടെ വഴിക്ക് വിടണമെന്നും മറുപടിയായി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. ഇന്ന് നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ ശൂന്യവേളയിലാണ് ഭരണപക്ഷ കൗൺസിലറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ സോമശേഖരൻ ഭരണത്തിലെ പല പാകപ്പിഴകളും ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയത്. നഗരത്തിലെ ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി അപകട സാധ്യത ഒഴിവാക്കേണ്ടതിന് പകരം സ്വാർത്ഥ താൽപര്യങ്ങളെ മുൻനിർത്തി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാതെ അപകടം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റിയും സ്ത്രീ ഭരിക്കുന്ന നഗരത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷാ പ്രാധാന്യം നൽകുന്നില്ലെന്നുമൊക്കെ കാട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് ഫാക്ട് വാർത്ത ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കൗൺസിലറായ സോഫിയ ശ്രീജിത്ത് വിഷയം കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതുവരെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ വയ്ക്കാൻ പോലും നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി മാഫിയകൾ ഏറ്റവും അധികം വിളയാടുന്ന സ്ഥലമാണ് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡ്. അത് ഒരുപാട് പരാതികളും ന്യൂസുകളും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ലഹരി മാഫിയകളുടെ ഇതിനെ കുറിച്ചിട്ട്. അത് മാത്രമല്ല, സ്കൂൾ കുട്ടികൾക്ക് യാതൊരു സുരക്ഷയും കുന്നംകുളം നഗരസഭ ബസ് സ്റ്റാൻഡിലില്ല. ഭരണപക്ഷ കൗൺസിലറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ സോമശേഖരൻ വിഷയം ഏറ്റുപിടിക്കുകയായിരുന്നു. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാതെ നഗരസഭ എതിർകക്ഷിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന ഒരാരോപണം ആദ്യമേ നിലനിന്നിരുന്നു. എന്നാൽ അതിലും കഷ്ടമാണ് നഗരസഭാ ചെയർപേഴ്സൺ ശൂന്യവേളയിലെ ചർച്ചയ്ക്ക് ഇന്ന് നൽകിയ മറുപടി. സ്ത്രീകളുടെ സംരക്ഷണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ തവണ സ്ത്രീ സംവരണത്തിലൂടെ നഗരസഭാ ചെയർമാനായി എത്തുകയും ഇപ്പോഴും നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു സ്ത്രീ പറഞ്ഞത് സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയുടെയും സുരക്ഷയുടെയും ആവശ്യമില്ലെന്നും അവരെ അവരുടെ വഴിക്ക് വിടണമെന്നുമാണ്. കുട്ടികളുടെ കൂടെ നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും സ്വയം സംരക്ഷണത്തിന് തയ്യാറായിട്ടുള്ള ഒരു വിഭാഗമാണ്. ഇന്നും സ്ത്രീകൾ അബലയാണ് ചബലയാണെന്ന് പറഞ്ഞിട്ട് നന്നാവില്ല. സ്ത്രീകൾ പ്രതികരിക്കുന്നവർക്ക് പ്രതികരിക്കണം. പെൺകുട്ടികളായാലും ആ രീതിയിൽ നമ്മളെ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. എനിക്കതാണ് പറയാനുള്ളത്. ഞാൻ കാലങ്ങളായി സ്ത്രീ സംരക്ഷണത്തിനും അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇപ്പോഴും ആ സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗം. പിന്നെ പെൺകുട്ടികൾക്കും അവരുടേതായ തന്റേടത്തോടു കൂടി തിരിച്ചു വരാനുള്ള കഴിവ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ രക്ഷിതാക്കളാണ്. സത്യത്തിൽ ഇവർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. രാത്രികാലങ്ങളിൽ വഴിവിളക്കുകൾ കത്താത്തത് സ്ത്രീ സുരക്ഷയ്ക്ക് വീഴ്ചയാകുന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കൗൺസിലിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നത് എന്നിരിക്കെ ഭരണത്തിലെ പാകപ്പിഴകൾ പുറം ലോകം അറിയാൻ തുടങ്ങിയതിലെ ഭയം നിമിത്തം വഴിവിളക്കുകൾ ശരിയാക്കാം എന്നുപോലും പറയാൻ തയ്യാറാകാതെ സ്ത്രീകൾ സ്വയം പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചർച്ചയ്ക്ക് ഇടവരുത്താതെ രക്ഷപ്പെട്ടോടുന്ന നിലപാടാണ് ഇന്ന് കൗൺസിലിൽ കണ്ടത്. കുന്നംകുളം നഗരസഭാ പരിധിയിലൂടെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഓർക്കുക, സ്വയരക്ഷയ്ക്കുള്ള മാർഗങ്ങൾ സ്വയം കരുതിക്കൊണ്ട് ഇരുട്ടിലൂടെ യാത്ര തുടരുക. ന്യൂസ് ഫാക്ട് കുന്നംകുളം.